ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ CS വിത്ത് നേഹ. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, മെഷീൻ ലേണിംഗ്. KTU സിലബസ് വെച്ചിട്ട് S7 CSEക്കാർക്ക് വരുന്ന എലക്റ്റീവ് സബ്ജക്റ്റ് ആണ് മെഷീൻ ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ്, ദെൻ എക്സാമ്പിൾസ് ഓഫ് മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മെഷീൻ ലേണിംഗ് എന്നുള്ള ടേം കൊണ്ടുവന്നുള്ളത് അർദു സാമുവൽ എന്ന് പറയുന്ന ഒരു ഏർലി അമേരിക്കൻ ലീഡറാണ് ഇൻ ദി ഫീൽഡ് ഓഫ് കമ്പ്യൂട്ടർ ഗെയിമിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, then he defined machine learning as the field of study that gives computers the ability to learn without being explicitly programmed. അപ്പോൾ എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്? അതായത് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? gives computers the ability to learn. അതായത് മെഷീൻ അൽഗോരിതംസ് ഉണ്ട്. മെഷീൻ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഴ്സ്, അതായത് മെഷീൻസ് എന്താ ലേൺ ചെയ്യുക, ലേൺ ബൈ ദംസെൽഫ്. ഓക്കെ, അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. വിത്തൗട്ട് ബീയിങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. എന്താണ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ് എന്ന് പറഞ്ഞാൽ? അതായത് മെഷീൻ ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷനും, അതായത് പർട്ടിക്കുലർ മെഷീൻ ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ, ഒരു മെഷീൻ ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ചെയ്യണം. അതാണ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. അത് ചെയ്യുന്നത് ആരാണ്? പ്രോഗ്രാമർ ആണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതില്ലാതെ, അതിൻ്റെ സഹായമില്ലാതെ മെഷീൻ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് മെഷീൻ സ്വയം ലേൺ ചെയ്യുക. അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ടു മോർ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയണത് മെഷീൻ ലേണിംഗ് ഈസ് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടേഴ്സ് എന്തിനാണ്? ടു ഒപ്റ്റിമൈസ് ദി പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യുക യൂസിങ് എക്സാമ്പിൾ ഡാറ്റ ഓർ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഡാറ്റ അതുപോലെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, വി ഹാവ് എ മോഡൽ ഡിഫൈൻഡ് അപ് ടു സം പാരാമീറ്റേഴ്സ്. അതായത് നേരത്തെ പറഞ്ഞു എന്താണ്? മെഷീൻ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് ദംസെൽഫ് ലേൺ ചെയ്യലാണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലേ? വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ്, അല്ലേ? അപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നതാണ് എന്ത്? മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീൻ ലേണിംഗ് മോഡൽ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ മെഷീനിലേക്ക് ഇൻപുട്ടായിട്ട് ഒരു ബ്രെയിൻ MRI ഇമേജ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഇമേജും ക്യാൻസർ ഇല്ലാത്ത ഒരു പേഷ്യൻറ്റിൻ്റെ ഇമേജും കൊടുത്തു. ഓക്കെ, അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അതായത് കൊടുക്കുന്ന ഇമേജിന് ക്യാൻസർ ഉണ്ടോ, അതായത് നോർമൽ ആണോ അതോ അബ്നോർമൽ ആണോ എന്ന് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യണം സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതിനെയാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെഷീൻ മോഡൽ ബിൽഡ് ചെയ്യുന്നത് മെഷീൻ അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതിൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയണത്? ലേണിംഗ് ഈസ് ദി എക്സിക്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം to optimize the parameters of model using trained data or past experience. ട്രെയിനിങ് ഡാറ്റ അല്ലെങ്കിൽ ട്രെയിനിങ് ഡാറ്റ എന്ന് പറയുന്നത് എന്താ? അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറയില്ലേ, അപ്പോൾ അതിൽ ട്രെയിനിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ഇമേജസുകൾ, അതായത് കുറേ MRI ഇമേജസുകൾ, നോർമലായതും അബ്നോർമലായുള്ള ഇമേജസ് ട്രെയിൻ ചെയ്യാനായിട്ട്, സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യാനായിട്ട് കൊടുക്കണം. അതാണ് ട്രെയിൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ് ടു ഒപ്റ്റിമൈസ് ദി പാരാമീറ്റേഴ്സ്
of the model. Okay. Then the model may be predictive to make prediction in the future. നേരത്തെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ or descriptive to gain knowledge from data. അപ്പൊ നമ്മൾ എന്താണ്, ഒന്നെങ്കിൽ അത് prediction possible ആവും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡാറ്റയിൽ നിന്ന് നോളേജ് ഈ മോഡലിലേക്ക് കിട്ടും. അതായത് എപ്പോഴും കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. ചിലപ്പോൾ ചില സിസ്റ്റത്തിന് കുറച്ച് ഡാറ്റ ഒന്നും പറ്റില്ലായിരിക്കും, കുറേ ഡാറ്റ വേണമായിരിക്കും ട്രെയിൻ ചെയ്യാനായിട്ട്. അതായത് മെഷീനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കല്ലേ. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ഡാറ്റ കൊടുക്കുമ്പോൾ ചിലപ്പോൾ പ്രെഡിക്റ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കണ്ടീഷനിൽ പ്രെഡിക്റ്റ് ആയിട്ട് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നില്ല. പക്ഷേ എന്നാലും കൊടുത്ത ഡാറ്റ വെച്ചിട്ട് ഈ മോഡലിന് കുറച്ചുകൂടെ നോളേജ് കിട്ടുമല്ലോ. ഓക്കെ. ദെൻ രണ്ടാമത്തെ ഡെഫിനേഷൻ പറയുന്നത്, the field of study known as machine learning is concerned with the question of how to construct computer programs that automatically improve with experience. രണ്ടാമത്തെ ഡെഫിനേഷൻ എന്താ പറയുന്നത്, അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ത് ചെയ്യാണ്, കൺസ്ട്രക്ട് ചെയ്യാണ്. അതെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് വിത്ത് എക്സ്പീരിയൻസ്. ഓക്കെ. ഇനി നമുക്ക് ഡെഫിനിഷൻ ഓഫ് ലേണിംഗ് നോക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കൂട്ടോ. ഇനിയുള്ളതിൽ ഇതെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായിന്ന് വരില്ല. അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ ഒരു ബേസിക് ആയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ, മെഷീൻ ലേണിംഗ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് മെഷീന് നമ്മൾ കുറച്ച് ഡാറ്റ മെഷീനിൽ കൊടുത്തിട്ട് മെഷീനെ നമ്മൾ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അതാണ് പറയുന്നത്. അത് മാത്രം ആക്കുക. നമ്മൾ പിന്നെ പിന്നെ പറഞ്ഞു പോകുമ്പോൾ ശരിക്കും അതിന്റെ ഡെഫിനിഷൻ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, എന്തീ കിടന്ന് പറയണേന്ന് നമുക്ക് തോന്നും. അത് നമുക്ക് ഇനി വരുന്നതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതാണ് ആ എക്സാമ്പിൾ, തുടക്കത്തിൽ തന്നെ ആ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഓക്കെ. ദെൻ ഡെഫിനിഷൻ എന്താണ്, എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് സെഡ് ടു learn from experience E with respect to some class of task T and performance measure P if its performance at task T as measured by P improves with experience E. ഒന്നും പേടിക്കണ്ട, നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഉണ്ട്. അതായത് നമുക്ക് അതായത് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്ക് ഡെഫിനിഷൻ ഓഫ് ലേണിംഗ് അതവിടെ വെക്കിട്ടാ, നമുക്ക് എക്സാമ്പിൾ കൂടെ മനസ്സിലാവും. അതായത് ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നേഷൻ എന്നുള്ളൊരു പ്രോബ്ലം. അപ്പൊ അതിന്റെ ടാസ്ക് എന്താണ്, റെക്കഗ്നൈസിങ് ആൻഡ് ക്ലാസിഫൈങ് ഹാൻഡ് റിട്ടൺ വേർഡ്സ് വിത്തിൻ ഇമേജസ്. അതായത് ഒരു ഇമേജിൽ എന്തുണ്ട്, എന്തെങ്കിലും എഴുതിട്ടെന്ന് വെച്ചോ, അപ്പോൾ അത് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് കിട്ടണം. ഓക്കെ. അതാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ. ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, റെക്കഗ്നൈസിങ് ആൻഡ് ക്ലാസിഫൈങ് ഹാൻഡ് റിട്ടൺ വേർഡ്സ് വിത്തിൻ ഇമേജസ്. ഓക്കെ. ഇനി ഇവിടുത്തെ പെർഫോമൻസ് പി എന്താണ്, പി എന്ന് പറഞ്ഞാല് പെർസെന്റ് ഓഫ് വേർഡ്സ് കറക്റ്റ്ലി ക്ലാസിഫൈഡ്. എത്ര പെർസെന്റേജ് ഓഫ് വേർഡ്സ് നമുക്ക് കറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതാണ് അതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാല്. ഇനി ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഉപയോഗിച്ചിട്ടാണ്. എ ഡാറ്റ സെറ്റ് ഓഫ് ഹാൻഡ് റിട്ടൺ വേർഡ്സ് വിത്ത് ഗിവൺ ക്ലാസിഫിക്കേഷൻ. അതായത് ഇപ്പോൾ ടാസ്ക് എന്തായിരുന്നു, ഇമേജസിൽ നിന്നുള്ള ഹാൻഡ് റിട്ടൺ വേർഡ്സ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുക, അതുപോലെ ക്ലാസിഫൈ ചെയ്യുക. റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പൊ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഓൾറെഡി അതിന് എന്ത് വേണം, ഡാറ്റ സെറ്റ് വേണം. ആ ഡാറ്റ സെറ്റിൽ എന്തുണ്ടായിരിക്കണം, അതായത് ഹാൻഡ് റിട്ടൺ വേർഡ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ. അതാണ് ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരു ഡാറ്റ സെറ്റ് ഇല്ലാതെ മെഷീന് മനസ്സിലാവോ, ഇല്ല. ഹ്യൂമണ് മനസ്സിലാവും അല്ലെ, നമുക്ക് മനസ്സിലാവും അല്ലെ, നമ്മളുടെ തലയിലും ഇതുപോലെ ഓരോന്ന് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ മെഷീന് മനസ്സിലാവോ, ഇല്ല. അപ്പൊ മെഷീന് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം, അതിന് മുന്നേ കുറച്ച് അതുപോലെയുള്ള സെയിം ഡാറ്റാസ് അതിന് കൊടുത്തു വെക്കണം. എന്നാൽ മാത്രമേ അതിന് റെക്കഗ്നൈസ് ചെയ്യാൻ, അതിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു പെൻ എന്നുള്ളത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെന്നാന്ന് മനസ്സിലാവും. അതെന്തുകൊണ്ടാ,
ചെറുപ്പം തൊട്ട് നമുക്ക് ചെറുപ്പത്തിലെ പറഞ്ഞു തരുന്നതാണ് ഇത് എന്താ ഇത് പെന്നാണ് എന്നുള്ളത് അല്ലേ? അതുപോലെ തന്നെയാണ് മെഷീന്റെ കാര്യം. മെഷീനും ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കണം. അത് തന്നെ സെയിം കൺസെപ്റ്റ് തന്നെ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ റോബോട്ട് ഡ്രൈവിംഗ് ലേണിംഗ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതിലെന്താണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈവിംഗ് ഓൺ ഹൈവേസ് യൂസിങ് വിഷൻ സെൻസേഴ്സ് അല്ലേ? റോബോട്ടാണ്, മനുഷ്യന്മാരല്ല. നമ്മളാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാ? നമുക്ക് കണ്ണുണ്ട്, അപ്പൊ ഇതിനെന്താ? സെൻസേഴ്സ് ആണ്. ഓക്കെ, അതാണ് ടാസ്ക് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ പെർഫോമൻസ് മെഷർ പി എന്താണ്? ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിഫോർ ആൻ എറർ. ഓക്കെ, ഇനി ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്താ? A sequence of images and steering commands recorded while observing a human driver. അതായത് എന്താണ്? കമാൻഡ്സ് കൊടുക്കണം. എങ്ങനെയാണ് ഓരോ സ്റ്റിയർ മാറ്റുക എന്നുള്ളതൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഓൾറെഡി കൊടുക്കണം. ഓക്കെ, എ സീക്വൻസ് ഓഫ് ഇമേജസ് ആൻഡ് സ്റ്റിയറിംഗ് കമാൻഡ്സ്. അതാണ് അവിടുത്തെ ട്രെയിനിങ് എക്സ്പീരിയൻസ് പറയുന്നത്, അതായത് അവിടുത്തെ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മെഷീനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നു. മെഷീൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും അതിനെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ട്രെയിൻ ഡാറ്റ. അതിനാണ് കുറേ ട്രെയിനിങ് ഡാറ്റ വേണമെന്ന് പറയുന്നില്ലേ, അപ്പൊ അതിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, then definition: a computer program which learns from experience is called a machine learning program. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്താണ്? ലേൺ ഫ്രം എക്സ്പീരിയൻസ് ഈസ് കോൾഡ് മെഷീൻ ലേണിംഗ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നേരത്തെ കേസിൽ എന്താ പറഞ്ഞത്? അതായത് ഈ സ്റ്റിയറിംഗ് കമാൻഡ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഹ്യൂമൻ ഡ്രൈവറിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് പറഞ്ഞു. ഓക്കെ, അതാണ് എക്സ്പീരിയൻസ് പറയുന്നത്. ഓർ സിംപ്ലി എ ലേണിംഗ് പ്രോഗ്രാം. Such a program is sometimes also referred to as a learner. അതായത് എന്താ? മറ്റൊരാൾ, അതായത് ഒരു ഹ്യൂമൻ ഡ്രൈവറെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? കമാൻഡ്സുകൾ റെക്കോർഡ് ചെയ്യണത് അല്ലേ? എന്നിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല്. ഇനി എങ്ങനെയാണ് ഒരു മെഷീൻസ് ലേൺ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക് കമ്പോണൻസ് ഓഫ് ലേണിംഗ് പ്രോസസ്. The learning process, whether by a human or a machine, can be divided into 4 components. എന്തൊക്കെയാണ്? Data storage, abstraction, generalization and evaluation. Okay, അപ്പൊ അതിന്റെ ഫിഗർ നോക്കാം. കണ്ടല്ലോ, ഡാറ്റ സ്റ്റോറേജ്, അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻ ആൻഡ് ഇവാലുവേഷൻ. നമുക്കിനി അത് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് എന്താണ്? ഡാറ്റ സ്റ്റോറേജ്. എന്താണ് ഡാറ്റ സ്റ്റോറേജ്? എന്തിനാണ് ഡാറ്റ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്? അതായത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ റിട്രീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡാറ്റ സ്റ്റോറേജ്. അതെന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കമ്പോണന്റ് ആണ്. കാരണം എന്താ? നമുക്ക് വേണ്ടത് ഡാറ്റയാണ് അല്ലേ? ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ലേൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും ഡാറ്റ വേണം. ഓക്കെ, അപ്പം അതിനാണ് ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? അപ്പോൾ ഹ്യൂമൻസും അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സും ഡാറ്റ സ്റ്റോറേജ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യുക? ബ്രെയിനിലാണ് സ്റ്റോർ ചെയ്യുക. ഡാറ്റ റിട്രീവ് ചെയ്യണത് ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യുക? ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി അല്ലെ? അതുപോലെ സിമിലർ ഡിവൈസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യും. ഇനി സ്റ്റോർ ചെയ്ത ഡാറ്റ എങ്ങനെയാണ് അക്സസ് ചെയ്തെടുക്കുക? അപ്പോൾ ഹാർഡ് ഡിസ്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ കേബിൾസ് യൂസ് ചെയ്യുക. ആൻഡ് അതർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഡാറ്റനെ റിട്രീവ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് കമ്പോണന്റ്, ഡാറ്റ സ്റ്റോറേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്പോണന്റ് എന്താണ്? അബ്സ്ട്രാക്ഷൻ. എന്താണ് അബ്സ്ട്രാക്ഷൻ പറയുന്നത്? അതായത് ഡാറ്റ സ്റ്റോറേജിൽ ഡാറ്റ ഉണ്ട്, അതിൽ നിന്ന് നോളേജ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതായത് ഒരു ജനറൽ കൺസെപ്റ്റ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക.
Okay. Then the creation of knowledge involve application of non-models and creation of new model. അതായത് മോഡൽസ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് എങ്ങനെയാണ് പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ദി പ്രോസസ് ഓഫ് ഫിറ്റിംഗ് എ മോഡൽ ടു എ ഡാറ്റ സെറ്റ് ഈസ് നോൺ ആസ് ട്രെയിനിങ്. നമ്മൾ ഒരു മോഡൽ എടുത്തു, ആ മോഡൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, അതിലുള്ള ഡാറ്റ സെറ്റിലുള്ള ഡാറ്റയായിട്ട് ഫിറ്റ് ആവണം. അതിനെയാണ് എന്ത് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ. When the model has been trained, the data is transformed into abstract form that summarizes the original information. Okay. അപ്പോൾ മോഡല് ഡാറ്റ സെറ്റിലെ ഡാറ്റ ഉപയോഗിച്ചിട്ട് മോഡലിനെ എന്ത് ചെയ്തു, ട്രെയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താവും, ഡാറ്റ എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ഇൻ ടു അബ്സ്ട്രാക്ട് ഫോം ഓഫ് ഒറിജിനൽ ഇൻഫോർമേഷൻ. ഓക്കെ. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ എന്താ, ഒരു ഹാൻഡ് റിട്ടൺ എക്സാമ്പിൾ പറഞ്ഞല്ലോ. അതായത് ഇമേജസിന് അല്ലേ വേർഡ് നമ്മൾ എന്താ പ്രെഡിക്റ്റ് ചെയ്യുക, ക്ലാസിഫിക്കേഷൻ, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ എന്താ മോഡൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡാറ്റ സെറ്റ് എന്താ, ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റിട്ടൺ വേർഡ്സ് ആണ് അല്ലേ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കുറേ മോഡൽസ് ഉണ്ട്, ട്രെയിനിങ് മോഡൽസ്, മെഷീൻ ലേണിംഗ് മോഡലുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കും. ഇത് മനസ്സിലാക്കാം, മോഡൽ ഉപയോഗിച്ചിട്ടാണ്, ഒരു മോഡൽ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യണത്. ഓക്കെ. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ ആ ഹാൻഡ് റിട്ടൺ വേർഡ്സ് ഉപയോഗിച്ചിട്ട് മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ആ മോഡൽ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ. ഓക്കെ. ദെൻ നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ജനറലൈസേഷൻ ആണ്. അവിടെ എന്താ പറയുന്നത്, അതായത് ഇപ്പോൾ നേരത്തെ അതായത് ഒറിജിനൽ ഇൻഫോർമേഷനെ അബ്സ്ട്രാക്ട് ഫോമാക്കി മാറ്റി അല്ലേ, അതിനെ ഫ്യൂച്ചറിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റുക. അതാണ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ചില കേസുകളിൽ, അതായത് ചില ടാസ്കുകൾ സിമിലർ ആയിരിക്കും, പക്ഷെ അത് ഐഡന്റിക്കൽ ആവണമെന്നില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളതിലാണ് ഈ ആക്ഷൻ പെർഫോം ചെയ്യണത്. Then in generalization, the goal is to discover those property of data that will be most relevant to future task. അതായത് ഡാറ്റയിലെ എന്താണ് പറയുന്നത്, ഫ്യൂച്ചർ ടാസ്കിന് ഏറ്റവും റിലവൻ്റ് ആയുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഡാറ്റനെ ഡിസ്കവർ ചെയ്യാം. ഓക്കെ. ദെൻ ലാസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ അതായത് യൂസറിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാം. യൂസറിന് ഫീഡ്ബാക്ക് കൊടുക്കുക എന്ത് ചെയ്യാനാണ്, അതായത് യൂട്ടിലിറ്റി ഓഫ് ലേൺ നോളേജ് എന്ന് പറയുന്നത് മെഷർ ചെയ്യാനായിട്ട്. ഓക്കെ. Then this feedback is then utilized to effect improvements in the all learning process. Okay. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് അപ്ലിക്കേഷൻസ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. Then applications of machine learning methods to a large database is called data mining. In data mining, a large volume of data is processed to construct a simple model with valuable use. Then നമുക്ക് applications നോക്കാം. In retail business, machine learning is used to study consumer behavior. അതുപോലെ ഇൻ ഫിനാൻസ്, ബാങ്കിലൊക്കെ അതായത് പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുക, മോഡൽ ബിൽഡ് ചെയ്യുക. അത് പിന്നെ എന്തിനാ യൂസ് ചെയ്യുക, അതായത് ക്രെഡിറ്റ് അപ്ലിക്കേഷൻ, അതുപോലെ ഫ്രോഡ് ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അത് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെന്താ, ഇൻ മാനുഫാക്ചറിങ്. In manufacturing, learning models are used for optimization, control and troubleshooting. Then, in medicine, learning programs are used for medical diagnosis. In telecommunication, call patterns are analyzed for network optimization and maximizing the quality of service.
In science, large amount of data in physics, astronomy, and biology can only be analyzed fast enough by computers. It is used to find solution to many problems in vision, speech recognition, and robotics. Robotics നേരത്തെ പറഞ്ഞല്ലോ നമ്മള് ഒരു എക്സാമ്പിൾ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എങ്ങനെയാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ teach a system to learn and adapt to changes. Then machine learning methods are applied in the design of computer controlled vehicle to steer correctly when driving on a variety of roads. Machine learning methods have been used to develop programs for playing games such as chess, backgammon, and Go. Okay, next നമുക്കിനി നോക്കേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ഡാറ്റ. അപ്പോൾ നമ്മൾ പറഞ്ഞു മെഷീൻ ലേണിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോറേജ് ആണ് അല്ലേ. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് ഡാറ്റയാണ്. അപ്പം അതിൽ യൂണിറ്റ് ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, യൂണിറ്റ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് എൻറ്റിറ്റി വിത്ത് മെഷേർഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പം അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എ പേഴ്സൺ, an object or a thing. പിന്നെന്താ എ ടൈം പോയിന്റ്, എ geographic region, then a measurement. അതായത് സ്മോളസ്റ്റ് എൻറ്റിറ്റി വിത്ത് മെഷേർഡ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ ചില കേസിലാണെങ്കിൽ രണ്ട് യൂണിറ്റ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യും, എന്നിട്ട് പുതിയൊരു യൂണിറ്റ് ഫോം ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാണ് പേഴ്സൺ ഇയേഴ്സ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ യൂണിറ്റ് ഓഫ് ഒബ്സർവേഷൻ പറഞ്ഞു അല്ലേ, സ്മോളസ്റ്റ് എൻറ്റിറ്റി വിത്ത് സം മെഷർമെന്റ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ സെറ്റ് ദാറ്റ് സ്റ്റോർ യൂണിറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ. യൂണിറ്റ് ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളത് ഡാറ്റ സെറ്റ് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ദർ പ്രോപ്പർട്ടീസ് ക്യാൻ ബി ഇമാജിൻ ആസ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, നോക്കാം എന്താണ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ. അതായത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ഒബ്സർവേഷന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ യൂണിറ്റ് ഓഫ് ഒബ്സർവേഷൻ ഫോർ വിച്ച് പ്രോപ്പർട്ടീസ് ഹാസ് ബീൻ റെക്കോർഡഡ്. അതുപോലെ എക്സാമ്പിളിനെ എങ്ങനെയൊക്കെ റെഫർ ചെയ്യാം? ഇൻസ്റ്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ കേസ് ആയിട്ട്, അല്ലെങ്കിൽ റെക്കോർഡായിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എക്സാമ്പിൾസിനെയാണ് എന്ത് പറയുന്നത്? ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഫീച്ചർ ഈസ് എ റെക്കോർഡഡ് പ്രോപ്പർട്ടി ഓർ എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സാമ്പിൾസ്. അതെങ്ങനെയൊക്കെ റെഫർ ചെയ്യാം? ആട്രിബ്യൂട്ട് ഓർ വേരിയബിൾ ഓർ ഫീച്ചർ. ഓക്കെ, അപ്പം അതിന് എക്സാമ്പിൾസ് പറയാണ് ക്യാൻസർ ഡിറ്റക്ഷൻ. അപ്പോൾ ക്യാൻസർ ഡിറ്റക്ഷനിൽ നമുക്ക് നോക്കേണ്ടത് അതിൽ യൂണിറ്റ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസ് ആണ്. ഇനി എന്താ നോക്കേണ്ടത്? ദി എക്സാമ്പിൾസ് ആർ മെമ്പേഴ്സ് ഓഫ് എ സാമ്പിൾ ഓഫ് ക്യാൻസർ പേഷ്യൻസ്. അപ്പൊ എക്സാമ്പിൾ കിട്ടി. ഇനി എന്താ വേണ്ടത്? അതിന്റെ ആട്രിബ്യൂട്ട്സ് നോക്കണം, അതായത് ഫീച്ചേഴ്സ് നോക്കണം അല്ലേ. ദി ഫോളോയിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ദി പേഷ്യന്റ് മേ ബി ചൂസൺ ആസ് ദി ഫീച്ചേഴ്സ്. എന്താണ്? ജെൻഡർ, ഏജ്, ബ്ലഡ് പ്രഷർ, പിന്നെന്താ? ദി ഫൈൻഡിങ്സ് ഓഫ് ദി പാത്തോളജി റിപ്പോർട്ട് ആഫ്റ്റർ എ ബയോപ്സി. ഓക്കെ, അതായത് ക്യാൻസറിൻ്റെ അത് എങ്ങനെയാണ്? അതായത് ഓരോ തവണ ബയോപ്സി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കീമോ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതായത് ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, വീണ്ടും വീണ്ടും നോക്കേണ്ടി വരിക അല്ലേ, 3 മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ നോക്കുമല്ലോ. അപ്പം അതിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കിട്ടി? യൂണിറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് ആണ്. പിന്നെ മെമ്പേഴ്സ് ഓഫ് സാമ്പിൾസ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്.
ഓക്കെ, നെക്സ്റ്റ് എന്താ? പെറ്റ് സെലക്ഷൻ. Suppose we want to predict the type of pet a person will choose. അപ്പോൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പേഴ്സൺ ആണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Members of a sample of person who want pets. Okay. Then features എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്? Age, home region, family income, etc. Extra of person who want pets. Okay. ഓക്കെ, ഇത് നോക്കേണ്ടത് സ്പാം ഇമെയിൽ. അപ്പോൾ അവിടെ യൂണിറ്റ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇമെയിൽ മെസ്സേജസ് ആണ്. പിന്നെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് യൂണിറ്റ് ഓഫ് ഒബ്സർവേഷന്റെ ഇൻസ്റ്റൻസ് ആണ് അല്ലെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതായത് സ്പെസിഫിക് മെസ്സേജസ്. ദെൻ ഫീച്ചേഴ്സോ? ഫീച്ചേഴ്സ് എന്താണ്? വേർഡ്സ് യൂസ്ഡ് ഇൻ ദി മെസ്സേജസ്. ഓക്കെ, അപ്പോൾ അതാണ് ഫിഗർ 2-ൽ കാണിക്കുന്നത്. Examples and features are generally collected in a matrix format and figure 2 show such a data set. Okay, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡാറ്റ റിലേറ്റ്സ് ടു ഓട്ടോമൊബൈൽസ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ എന്താണ്? ഫീച്ചേഴ്സും അതുപോലെ തന്നെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെട്രിക്സ് ആയിട്ടാണ്. അവിടെ കോളംസ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആണ്, ഓരോ റോസ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് എന്താണ്? അതായത് ഒരു ഓട്ടോമൊബൈലിൻ്റെ ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഇയർ ഉണ്ട്, മോഡൽ, പ്രൈസ്, മൈലേജ്, കളർ ആൻഡ് ട്രാൻസ്മിഷൻ. ഓക്കെ, പിന്നെ റോ എന്താ? ഓരോ റോ എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് എന്ന് പറയുന്നത് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡാറ്റയാണ്. ഫസ്റ്റ് എന്താണ്? ന്യൂമറിക് ഡാറ്റ. എന്താണ് ന്യൂമറിക് ഡാറ്റ അല്ലെങ്കിൽ ന്യൂമറിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ? എ ഫീച്ചർ റെപ്രസെന്റ് എ ക്യാരക്ടറിസ്റ്റിക് മെഷേർഡ് ഇൻ നമ്പേഴ്സ്. അതിനെയാണ് ന്യൂമറിക് ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? കാറ്റഗറിക്കൽ ഓർ നോമിനൽ. അതായത് കാറ്റഗറിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫീച്ചർ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ആണ്. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ യൂഷ്വലി ഫിക്സ്ഡ് ആയിരിക്കാം. അതെന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? സം ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയുടെ ബേസിസിലാണ്. ഓക്കെ, അപ്പം അതിനെയാണ് എന്ന് പറയുന്നത് ഓൾസോ കോൾഡ് നോമിനൽ ഫീച്ചർ. നെക്സ്റ്റ് പറയുന്നത് ഓർഡിനൽ ഡാറ്റ. ഓർഡിനൽ ഡാറ്റ എന്താണെന്ന് വെച്ചാൽ നോമിനൽ വേരിയബിൾ വിത്ത് കാറ്റഗറീസ് ഫോളോയിങ് ഇൻ ആൻ ഓർഡേർഡ് ലിസ്റ്റ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്ലോത്തിൻ്റെ സൈസ് ഒക്കെ, അതായത് എങ്ങനെയുണ്ടായിരിക്കും? സ്മോൾ, മീഡിയം, ലാർജ്, അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ എങ്ങനെ പറയാം? അതായത് സ്കെയിൽ ഉണ്ടായിരിക്കും അല്ലേ? അതായത് നോട്ട് അറ്റ് ഓൾ ഹാപ്പി ടു വെരി ഹാപ്പി, ഒരു സ്കെയിൽ ഉണ്ടായിരിക്കും. അതാണ്, അതായത് ഒരു കാറ്റഗറി ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത് നോമിനൽ വേരിയബിൾ വിത്ത് കാറ്റഗറീസ് ഫോളോയിങ് ഇൻ ആൻ ഓർഡർഡ് ലിസ്റ്റ്. അതാണ് ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നേരത്തെ ഫിഗറിൽ പറഞ്ഞല്ലോ ഓട്ടോമൊബൈലിൻ്റെ. അപ്പോൾ അതിലെന്താ? ദി ഫീച്ചേഴ്സ്, ഇയർ, പ്രൈസ് ആൻഡ് മൈലേജ് ആർ ന്യൂമറിക് ആൻഡ് the features, model, color and transmission are categorical. ഓക്കെ, അപ്പോൾ അതിന് മനസ്സിലായല്ലോ. ഇയർ, പ്രൈസ്, മൈലേജ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറിക് ആണ്. പിന്നെന്താ? ഫീച്ചേഴ്സ്, മോഡൽ, കളർ, ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കാറ്റഗറിക്കൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എക്സാമ്പിൾസ് ഓഫ് മെഷീൻ ലേണിംഗ് അപ്ലിക്കേഷൻസ് ആണ്. അപ്പം അതിൽ ജനറൽ ക്ലാസ്സസ് ഓഫ് മെഷീൻ ലേണിംഗ് പ്രോബ്ലംസിൽ വരുന്നതാണ് ലേണിംഗ് അസോസിയേഷൻസ്, ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്. അതിലാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, ദെൻ റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ ക്ലാസ്സിലില്ല, നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്, ബേസിക് ആയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ മെഷീൻ ലേണിങ്ങിൽ ഇപ്പോൾ ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്തവരുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചിലർക്ക് എല്ലാം മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും, പക്ഷെ ചിലർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആണ് ഏറ്റവും ബേസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം മിക്ക പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. മെഷീൻ ലേണിങ്ങിൽ പ്രൊജക്റ്റും ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ
നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ബേസ് തൊട്ട് എന്തായാലും അറിഞ്ഞു പോകണമല്ലോ. അപ്പം അത് കാരണം കൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പോൾ ബിടെക് അല്ലാത്ത ആൾക്കാർക്കായാലും മെഷീൻ ലേണിംഗ് പഠിക്കുകയാണെങ്കിൽ അവർക്കത് സുഖമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ബേസ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചെറിയൊരു ടോപ്പിക്കാണ്, നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി അടുത്ത ക്ലാസ് തൊട്ടിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ്, അത് ഓരോന്നാണ് നമ്മുടെ ഓരോ ടോപ്പിക് എന്ന് പറയുന്നത്. അതിന് നമുക്കിനി അടുത്ത വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ ഇന്ന് ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് മാറ്റാമല്ലോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.